പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമുക്കൊരുമിച്ച് ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ചില ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനൽ വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. വ്യക്തിപരമായ ചില തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയുമായി വീണ്ടും വരികയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ട് പങ്കിടണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് വിശേഷാൽ നന്ദി പറയുന്നു. തുടർന്നും എല്ലാവരും നമ്മുടെ വീഡിയോകൾ കാണുകയും മറ്റുള്ളവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ തന്നെ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുവാനും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവാനിടയായിത്തീരും. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായത്തിൽ നിന്ന് ആ 8-ാം വാക്യം മുതൽ തുടർച്ചയായി ചില വാക്യങ്ങൾ വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പടിയായി 8-ാമത്തെ വാക്യം നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. റോമിലെ സഭയ്ക്ക് ധനനായ പൗലോസ് ലേഖനം എഴുതുകയാണ്. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, താൻ ഇതുവരെ പോയിട്ടില്ലാത്ത, തൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകാത്ത ഒരു സഭ. ആ സഭയെക്കുറിച്ച് പൗലോസ് കേൾക്കുകയാണ്. കേൾക്കുന്നത് അവരുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. അവരുടെ വലിയ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം, ദൈവികമായ ഉപദേശങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം. അപ്പോൾ ഈ ദൈവത്തിലുള്ള ഉറപ്പേറിയ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് കേട്ടു. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമിലെ സഭയെക്കുറിച്ച് പൗലോസ് കേൾക്കുന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകം കേൾക്കേണ്ടത് നാമും ദൈവവും തമ്മിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ലോകം കേൾക്കേണ്ടത്. അത് കേൾക്കുകയാണെങ്കിൽ അതിൽ പരം എന്ത് സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരിക്കേണ്ട കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരിചിതമായ ഒരു വാക്യമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിലുള്ള അടിയുറച്ച വിശ്വാസം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ
കേൾക്കേണ്ടത് അതാണ്. മറ്റെന്ത് ഇതിനേക്കാൾ മുകളിൽ കേട്ടാലും അതൊന്നും ഇത്രത്തോളം വിലയുള്ളതല്ല. വിശ്വാസമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യം ദൈവസഭയ്ക്കുണ്ടെങ്കിൽ, വ്യക്തികൾക്കുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കേൾക്കുകയാണ് റോമിലെ സഭയുടെ വിശ്വാസം. സ്തോത്രം. ആ വിശ്വാസത്തെക്കുറിച്ച് കേട്ടിട്ട് പൗലോസ് വെറുതെ ഇരുന്നില്ല. ആ കാര്യത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ അറിയുന്നത്? നമുക്ക് വിശ്വാസമുണ്ടെന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യമാണ്. ദൈവത്തിങ്കിൽ ഒരാൾക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അകത്തുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. വിശ്വാസം അത് പ്രവൃത്തിയിൽ എത്തുമ്പോഴാണ് മറ്റുള്ളവർ അറിയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അത് വെളിപ്പെടുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഇങ്ങനെ പറയുന്നു, 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുമോ? യാക്കോബ് പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, റോമിലെ സഭയുടെ വിശ്വാസം അത് പ്രസിദ്ധമായി, എല്ലാവരും അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവരുടെ വിശ്വാസം പ്രവൃത്തിയിൽ വരുവാനിടയായി, അത് മറ്റുള്ളവർ കാണുവാനിടയായി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസമുണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ വിശ്വാസം പ്രവൃത്തി പദത്തിൽ എത്തുമ്പോഴേ മറ്റുള്ളവരുടെ മുമ്പിൽ അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായി മാറുകയുള്ളൂ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് എങ്ങനെയാണത് പ്രസിദ്ധമായത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. റോമിലെ സഭയുടെ വിശ്വാസം എങ്ങനെ പ്രസിദ്ധമായി, അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം റോമിലെ സഭയെക്കുറിച്ച് തിരുവചനത്തിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുന്നില്ല. സ്തോത്രം. എന്നാൽ നാം വായിക്കുന്നത് തെസലോനിക്കയിലെ സഭ, ആ സഭയിലും വിശ്വാസത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുന്നുണ്ട്. ആ സഭയിൽ വിശ്വാസം പുറത്തോട്ട് വന്നത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ ഇത് തന്നെയാണ് റോമിലും സംഭവിച്ചത് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. തെസലോനിക്ക ലേഖനം 1 തെസലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവിടെ ഇങ്ങനെ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും. കണ്ടോ, വിശ്വാസത്തിൻ്റെ വേല എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു വാക്കല്ല, ഒരു വൈകാരിക അനുഭവമല്ല, പകരം അത് ഒരു പ്രവൃത്തി പദത്തിലേക്ക് വന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എങ്ങനെയാണ് തെസലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരാനിടയായി തീർന്നത്? 8-ാമത്തെ വാക്യം 1 തെസലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. തെസലോനിക്കരുടെ വിശ്വാസം അത് എല്ലായിടത്തും പ്രസിദ്ധമായിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്കുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. തെസലോനിക്കരുടെ വിശ്വാസം അത് വ്യാപരിക്കാൻ തുടങ്ങി. അത് തെസലോനിക്കയിൽ മാത്രം ഒഴുകിയില്ല, അത് മറ്റ് പല സ്ഥലങ്ങളിലേക്കും കറങ്ങി ചെല്ലുവാനിടയായി. പ്രിയപ്പെട്ടവരെ, വിശ്വാസമെന്ന് പറയുന്നത് കേവലം നമ്മുടെ ഉള്ളിൽ മാത്രം ഉണ്ടായിരിക്കേണ്ട ഒരു അനുഭവമല്ല, പകരം അതൊരു പ്രവൃത്തിയായി പരിണമിക്കുകയാണ്. അതങ്ങനെ പരിണമിക്കുമ്പോൾ അത് പ്രസിദ്ധമാകുക, ആളുകളിലേക്ക് എത്തുക, ആളുകൾ അത് കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്കും വ്യാപരിക്കുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്ന 6-ാം വാക്യം, എങ്ങനെയാണ് ഈ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വന്നത്? ഇങ്ങനെ വായിക്കുന്നു, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായി, പ്രതിസന്ധികൾ ഒരുപാടുണ്ടായി. നമുക്ക് തെസലോനിക്ക, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അവിടുത്തെ വേലയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവിടെ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് അപ്പോസ്തലന്മാർ വചനം പറഞ്ഞത്. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നത്തിന് നടുവിലും വചനം കേട്ട അവരിങ്ങനെയാണ് വായിക്കുന്നവർ, സന്തോഷത്തോടെ
കൈക്കൊണ്ടു, വചനം കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവരിലുള്ള ദൈവത്തിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 7-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ മാതൃകകളായി തീർന്നു. ഇടയായി. വിശ്വാസം എന്നത് അവർ അവരുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുവാനിടയായി. സ്തോത്രം. ധൈര്യമായിട്ട് അവർ കർത്താവിനെ സേവിക്കാനിടയായി. വിശ്വാസമുള്ളത് കൊണ്ട് കഷ്ടങ്ങളുടെ നടുവിൽ അവർ ദൈവത്തെ സേവിക്കാനിടയായി. ധൈര്യത്തോടെ നിൽക്കുവാനിടയായി. അവരുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുവാനിടയായി. ഇന്ന് വചനം ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, വിശ്വാസമുള്ളവരാണ് നിങ്ങളെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെട്ടു വരണം. നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. സ്തോത്രം. വിശ്വാസമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ ആളുകൾക്ക് മടിയാണ്. വിശ്വാസമുണ്ട്, ആരാധിക്കാൻ മടിയാണ്. വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷേ വചനം ധ്യാനിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം അത്ഭുതകരമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെടാൻ തുടങ്ങുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു സാക്ഷ്യമായി മാറുന്നത് ഈ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഉപവസിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, അത് പ്രവൃത്തിയായി നിങ്ങൾ ദൈവസ്ഥലിൽ താണിരിപ്പാൻ തക്കവണ്ണം തയ്യാറാകണം. ആരാധിച്ചാൽ എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആര് ആരാധിച്ചില്ലെങ്കിലും താങ്കൾ ആരാധിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം വായിക്കുന്നത് കൊണ്ട് എനിക്ക് ആത്മീയ അനുഗ്രഹം ഉണ്ടാകും, ദൈവിക വിടുതലുണ്ടാകും, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വചനം ധ്യാനിക്കാനായിട്ട് അവൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. ഇതിനൊന്നും ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസത്തിന് എന്തോ തകരാറുണ്ടെന്ന. വിശ്വാസമുള്ളവർ എന്ത് ത്യാഗവും സഹിച്ച് ആ വിശ്വാസം പുറത്തു വരും. അവർക്കത് മൂടി വെക്കാൻ പറ്റില്ല. അവരുടെ വിശ്വാസം അതിങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല. ആ വിശ്വാസം പുറത്ത് വരിക തന്നെ ചെയ്യും. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ അതവിടെ അതവിടെ മറച്ചിരിക്കേണ്ട ഒന്നല്ല, അത് പുറത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നാനം സത്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ സ്നാനജലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ആ വിശ്വാസം തെളിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒന്നല്ല, രഹസ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമല്ല, പുറത്തു വരേണ്ട കാര്യമാണ്. ഒരിക്കലും ഒരുപാട് നാൾ നമുക്ക് വിശ്വാസം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് രഹസ്യമായി വെക്കേണ്ട ഒന്നല്ല. പല ആളുകളും രഹസ്യമായിട്ടാണ് കർത്താവിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പരസ്യമായിട്ട് കർത്താവിനെ ഉയർത്തുവാൻ മടിയുള്ളവരാണ്. സ്തോത്രം. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായി കർത്താവിനെ ഉയർത്തുവാൻ തയ്യാറാകണം. അവൻ്റെ നാമത്തെ വിളിക്കുന്നതിന് നിങ്ങൾ ലജ്ജിക്കരുത്. ഏത് ദേശത്തും ഏത് സ്ഥലത്തും ഏത് കുടുംബത്തിലും എതിർപ്പിന്റെ നടുവിലും ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ ഏറ്റുപറയുവാൻ, അവനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ, അവൻ്റെ നാമത്തെ ഏറ്റുപറയുവാൻ തയ്യാറാകുമ്പോൾ ആ വിശ്വാസം അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ആ വിശ്വാസം അനേകർക്ക് സാക്ഷ്യമായി മാറും. ആ വിശ്വാസം അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസമായി മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുന്നതാണോ എന്ന് ഒന്ന് പരിശോധിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസത്തിന് സാക്ഷ്യമായി അനേകം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ വിസ്താര ഫലത്താൽ എല്ലാം പറയുന്നില്ല. നമുക്കറിയാം, 12 സംവത്സരം അസുഖബാധിതയായി തീർന്ന സ്ത്രീയെ യേശുവിനെ കുറിച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് മനസ്സിലായി, ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സൗഖ്യം വരും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഈ വിശ്വാസം അവിടെ അകത്തുണ്ട്. ആ വിശ്വാസം അകത്തുള്ളത് കൊണ്ട് അതും പിടിച്ചു വെച്ചുകൊണ്ട് അവൾ അകത്തിരിക്കാൻ തയ്യാറായില്ല. അവളൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ പുറത്തേക്ക് പോകും. സ്തോത്രം. അവൾക്ക് പുറത്തു വരാൻ പറ്റാത്ത നിലയിൽ ഒത്തിരി അതിരുകൾ അന്നത്തെ സാമൂഹികമായ മണ്ഡലത്തിൽ, മതപരമായ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ അനുഭവിക്കുന്ന ആ പ്രത്യേക ശാരീരിക അവസ്ഥയുടെ പ്രതിസന്ധികളെ അവളെക്കുറിച്ച് വായിക്കുന്നത്, പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് സമ്പത്തെല്ലാം നഷ്ടമായി ഏറെ പരവശിയായ സ്ത്രീയെ. പക്ഷേ അവിടെ അകത്തെ വിശ്വാസം പ്രവർത്തിക്കാൻ തുടങ്ങി. അവൾക്ക് മനസ്സിലായി, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടും, എനിക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ പോയി വലിയ പുരുഷാരത്തിന് നടുവിൽ, വലിയ തിരക്കിന് നടുവിൽ തിരക്കി അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരുത്തിയ ആ നിമിഷം തിരുവെഴുത്ത് പറയുന്നു, യേശുവിങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യമായി. യേശു തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? എല്ലാവർക്കും അത്ഭുതമായി, ശിഷ്യന്മാർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, ഗുരു,
അങ്ങ് എന്താണ് പറയുന്നത്? ഇത്രയും വലിയ പുരുഷാരം, ഇത്രയും വലിയ തിക്കും തിരക്കിനും നടുവിൽ എല്ലാവരും അങ്ങേ തിക്കി തിരക്കി പോകുമ്പോൾ ആരാണ് ഇനി അങ്ങേ തൊട്ടത്? അങ്ങ് എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മറുപടി, അല്ല, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് തിരുവെഴുത്ത് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പരിഹാരം ഒന്നേ ഉള്ളൂ. വിശ്വാസത്തോടെ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കാൻ നിങ്ങൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അവനെ സ്പർശിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. വിശ്വാസത്താൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങൾ തയ്യാറാകണം. വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. ഇവിടെ ആ സ്ത്രീ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ്, അല്ലേ, സ്തോത്രം, അവനെ വിശ്വാസത്താൽ സ്പർശിക്കുന്നവരെ അറിയുന്ന ദൈവമാണ്. ഇന്ന് ഞാനൊരു കാര്യം പറയാം. അവൻ ആരൊക്കെ കർത്താവിൻ്റെ കൂടെ പോയാലും, ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസത്താൽ സ്പർശിക്കുന്നവർ ചിലർ മാത്രം, വിശ്വാസത്താൽ ചിലത് പ്രാപിക്കുന്നത് ചിലർ മാത്രം, വിശ്വാസത്താൽ അവങ്ങളിൽ നിന്ന് ചില അത്ഭുതങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ചിലർ മാത്രം. നമുക്കെന്നറിയാം, അത്ഭുതത്തിൻ്റെയും വിടുതലിൻ്റെയും സാക്ഷ്യം വളരെ കുറച്ച് പേരാ പറയുന്നത്. ഒരുപാട് പേര് പോകുന്നുണ്ട്. അതെന്താണ് അങ്ങനെ? പ്രശ്നം ഒത്തിരി പേർക്കുണ്ട്. പക്ഷേ ഇതിന് നടുവിൽ വിശ്വാസത്താൽ സ്പർശിക്കുന്നത് കുറച്ച് പേരാണ്. കാരണം അവരുടെ ആവശ്യം അത്ര വലുതാണ്, അവരുടെ വിശ്വാസം അത്ര വലുതാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് വരുവാനിടയായി തീരണം. സ്തോത്രം. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം പ്രവൃത്തിയിൽ വന്നില്ലെങ്കിൽ നിർജീവമാണ്. അബ്രഹാമിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അബ്രഹാം, സ്തോത്രം, തൻ്റെ മകനെ യാഗം കഴിച്ചതുകൊണ്ട്, അല്ലെ, വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. ഒരു പക്ഷേ യാക്കോബിന്റെ ലേഖനം റോമാലേഖനം തമ്മിൽ വ്യതിരിക്തമാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല. സ്തോത്രം. വിശ്വാസത്താലാണ് നീതീകരണം സംഭവിക്കുന്നത്, ഉറപ്പ്. പക്ഷേ ആ വിശ്വാസമുള്ളവരുടെ അകത്തു നിന്ന് നിശ്ചയമായും ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഉറപ്പായ കാര്യമാണ്. പ്രൈസ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമല്ല, ഇത് രണ്ടും തമ്മിൽ ഒരുപോലെ പോകുന്നതാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും പ്രവൃത്തിയും ഉണ്ടാകും. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുവാനിടയാകും. പ്രവൃത്തിയല്ല നമ്മെ രക്ഷിക്കുന്നത്, നിശ്ചയമായും വിശ്വാസമാണ്. പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മിൽ നിന്ന് ആ പ്രവൃത്തി ഫലമായി വെളിപ്പെട്ടു വരുവാനിടയായി തീരും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വചനം വായിക്കാൻ തയ്യാറാകും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും, അല്ലെ, ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ആത്മീകമായി ജീവിക്കാനിടയാകും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ പിൻപറ്റും. എത്ര തടസ്സങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും നിശ്ചയമായി നിങ്ങൾ മുന്നോട്ട് പോകും. ഇതാ റോമിലെ സഭ, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായി. കാരണം അവർ വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കാനിടയായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതവും നമ്മുടെ സമർപ്പണവും നമ്മുടെ ആരാധനയും നമ്മുടെ സകല കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ പ്രദർശനമായി ഈ ദിവസങ്ങളിൽ മാറണം. അങ്ങനെ മാറിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അതിശയങ്ങൾ നടക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ സാക്ഷ്യമായി മാറുവാനിടയായിത്തീരും. പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് നാം വചനം വായിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വലിയ മുന്നറിയിപ്പാണ്. വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് വിശ്വാസം ഏറ്റവും അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്ന വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനയുടെ മഹത്വം മനസ്സിലാക്കുക, അതിനകത്തുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരുവെഴുത്തിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നടുവിൽ ഒരു ന്യൂനപക്ഷം ദൈവത്തെ സേവിക്കുന്ന, ഈ വിശ്വാസം നഷ്ടപ്പെടാത്ത ഒരു പക്ഷത്ത് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് വചനം മൂലം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം, ദൈവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നു. മാറ്റം വന്നത് നമുക്കാണ്. കാലം നമ്മളെ ഒത്തിരി മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൗകര്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം നമുക്ക് മടക്കി പ്രാപിക്കേണ്ട സമയമാണ്. സ്തോത്രം. മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എങ്ങനെയാണ് നമ്മൾ ഈ വിശ്വാസം വരുന്നത്? നമ്മുടെ അകത്ത് എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? പ്രധാനമായി 2 കാര്യങ്ങളിലൂടെയാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാര്യം എന്തെന്നറിയാമോ? തിരുവചനത്തിനകത്ത് അടുത്തിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, വചനം ധ്യാനിക്കാൻ നമുക്ക് പറ്റുന്നില്ല, വചനത്തിനടുത്ത് സമയം ചെലവിടുവാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ദൈവവചനം വായിക്കൂ, ധ്യാനിക്കൂ, വചനത്തിന്റെ അടുക്കിലേക്ക് വരൂ. നിശ്ചയമായും ദൈവം നിങ്ങളുടെ അകത്ത് വിശ്വാസം നൽകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും.
കൃത്യമായി വചനധ്യാനത്തിലൂടെ വചനം നിങ്ങൾ ധ്യാനിക്കുകയും വചനത്തിന് മുമ്പാകെ ഇരിക്കുകയും വചനത്തെ അനുസരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശക്തരായി മാറുകയും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പായ കാര്യമാണ്. തിരുവെടുത്ത് പറയുന്നു, വിശ്വാസം വചന കേൾവിയാലാണ്, ക്രിസ്തുവിൻ്റെ വചനത്താലാണ് വരുന്നത്. വിശ്വാസം വരുന്ന രണ്ടാമത്തെ കാര്യം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. അവിടെ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് വരമായി നൽകപ്പെടുന്നുവെന്ന്. നിശ്ചയമായും പ്രാർത്ഥിക്കണം. മറ്റേത് വരം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവചനം ലഭിച്ചില്ലെങ്കിലും, രോഗശാന്തി ലഭിച്ചില്ലെങ്കിലും, വീര്യപ്രവൃത്തികളുടെ വരം ലഭിച്ചില്ലെങ്കിലും, മറ്റേത് വരത്തെക്കാളും പ്രാർത്ഥിക്കുക, വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ, വിശ്വാസത്തിൻ്റെ വരം ഞങ്ങൾക്ക് നൽകണമേ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നമ്മൾ ഇബ്രായ ലേഖനത്തിൽ വായിച്ചു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസത്തിൻ്റെ വരത്തിനായി പ്രാർത്ഥിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുക ആളുകളിൽ പല കാരണങ്ങളാലാണ് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലെ പ്രശ്നമാണ്. ദൈവസനിൽ പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും ആത്മീകമായി വളരുവാനും നമുക്ക് സമയമില്ല. ഈ സമയമില്ലായ്മ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തെ ചോർത്തിക്കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. സ്തോത്രം. അവർ യേശുവിൻ്റെ കൂടെ നടന്നു. അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ പ്രതിസന്ധി വന്നപ്പോൾ യേശുവിൽ നടക്കുന്ന അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കില്ല, കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരുന്നത്. കർത്താവിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ നായകൻ അവിടെ നിന്നാണ് പൂർത്തി വരുത്തുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, ദൈവം ഈ കാലങ്ങളിൽ നമ്മുടെ വിശ്വാസം ഏറ്റവും അധികം വർദ്ധിപ്പിക്കട്ടെ. യേശു ഏറ്റവും അധികം ശിഷ്യന്മാരുടെ കൂടെ നടന്നു. ഇവിടെ അവിശ്വാസത്തെ കണ്ട്, വിശ്വാസമില്ലായ്മ കണ്ട് കർത്താവ് മനസ്സ് നൊന്തു. ഏറ്റവും കൂടുതൽ ശാസിക്കുവാനിടയായി അവിശ്വാസത്തെ. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യേശു ഏറ്റവും കൂടുതൽ ശാസിച്ചത് ഒരു പക്ഷേ പിശാചിനെയോ ഒന്നുമല്ല. യേശു ഏറ്റവും കൂടുതൽ ശാസിച്ചത് അവിശ്വാസത്തെയാണ്. എവിടെ അവിശ്വാസം കണ്ടാലും കർത്താവ് അതിനെ ശാസിച്ചു. ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ കർത്താവ് ശാസിച്ചു. സ്തോത്രം. തൻ്റെ സ്വന്തം പട്ടണങ്ങൾ, അവിടെ നടന്ന വീര്യപ്രവൃത്തികൾ നിമിത്തം അവ മാനസാന്തരപ്പെടാതെ വന്നപ്പോൾ കർത്താവ് ആ പട്ടണങ്ങളെ ശാസിക്കാനിടയായി. അവിടെ അവിശ്വാസത്തെക്കുറിച്ച് കർത്താവ് ശാസിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, യേശു ഏറ്റവും കൂടുതൽ ശാസിച്ചത് അവിശ്വാസം. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവ് നമ്മുടെ അടുക്കൽ വന്നാൽ നമ്മുടെ അവിശ്വാസത്തെ കർത്താവ് പുകഴ്ത്തുമെന്ന് നാം ചിന്തിക്കാൻ പാടില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ ശാസിക്കാനിടയായി തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മളെ ശാസിക്കുകയല്ല, നമ്മളെ പുകഴ്ത്തുവാനിടയായി തരണം. ആരെയാണ് കർത്താവ് പുകഴ്ത്തിയത്? ഏറ്റവും കൂടുതൽ കർത്താവ് പുകഴ്ത്തിയതും വിശ്വാസത്തിൻ്റെ ഉന്നതമായ മേഖലകൾ വെളിപ്പെടുത്തിയവരെ തന്നെയാണ്. അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഏറ്റവും കൂടുതൽ ശാസിച്ചത് അവിശ്വാസത്തെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കർത്താവ് പുകഴ്ത്തിയത് വിശ്വാസമുള്ളവരെ തന്നെയാണ്. അതിശയിച്ചു. നമുക്ക് ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരു, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഈ ഒറ്റ വാക്ക് യേശു കേട്ടിട്ട് യേശു അതിശയിച്ചു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അകത്ത് നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ, കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രഖ്യാപിക്കുവാൻ നമ്മുടെ ആദരം ചലിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് അതിശയിക്കുകയും നമ്മുടെ കർത്താവ് നമ്മെ എത്ര സന്തോഷിക്കും, അവിടുത്തെ ഹൃദയം എത്ര സന്തോഷിക്കുവാനിടയായി തീരും. കർത്താവ് അത് പരസ്യമായി പ്രഖ്യാപിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കനാന്യ സ്ത്രീയുടെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. അവരുടെ മകളുടെ ഭൂതോപദ്രവം കഠിനമായി. യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം. കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൾ ചോദിച്ചു, കർത്താവെ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. യേശു ഒരു മറുപടിയും പറഞ്ഞില്ല. സ്തോത്രം. ശിഷ്യന്മാർ പറഞ്ഞു അവളെ പറഞ്ഞയക്കണം. യേശു ഒരു കാര്യം അപ്പോൾ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും അവിടം കൊണ്ട് എല്ലാം അവസാനിക്കേണ്ടത്. ആ സ്ത്രീ നിരാശയോടെ തിരിച്ചു പോകേണ്ടതാ. സാധാരണ മനുഷ്യരെല്ലാവരും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സ്ത്രീ തിരിച്ചു പോയില്ല. അവർ പറയുകയാണ്, ഗുരു,
സ്തോത്രം. നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. ആ ഒറ്റ വാക്ക് യേശു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവളോട് പറയുന്നൊരു വാക്കുണ്ട്. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര അത്ഭുതകരമായ അതിശയകരമായ കാര്യമാണ്. ഒരു വലിയ വിശ്വാസം അവളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അത്യാസന നിലയിൽ കിടന്ന അവളുടെ മകൾക്ക് അത് സൗഖ്യമായി മാറി. ഇന്ന് തിരുവെഴുത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളിതുവരെയായി ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്ക്, ആർക്കും സഹായിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുമായി നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് നിന്ന് ഒരു വലിയ വിശ്വാസം ഒന്ന് പുറപ്പെട്ടാൽ, ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവത്തിന് മുമ്പാകെ ഒന്ന് വെളിപ്പെട്ടാൽ, ഇതുവരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ആ വലിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. നിശ്ചയമായും അതിന് വിശ്വാസം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. യേശു ശതാധിപൻ്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു. കനാന്യ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. സ്തോത്രം. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. കർത്താവ് ഇവരുടെ വിശ്വാസത്തെ അപ്രിഷ്യേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു, അതിനെക്കുറിച്ച് വലിയതാണ് എന്ന് പറഞ്ഞു. സ്തോത്രം. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന്, അല്ലേ? ഇസ്രായേൽ മക്കളെ ശരിക്കും അവരുടെ ആ അവിശ്വാസത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ആ ശതാധിപനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ്. നമ്മിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വലിയ അനുഭവങ്ങൾ പുറപ്പെട്ടാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും ഇടയായിത്തീരും. ഇതേ മാതൃകയാണ് അപ്പോസ്തലനായ പൗലോസും ചെയ്യുന്നത്. സ്തോത്രം. പൗലോസ് റോമിലെ സഭയെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടപ്പോൾ പൗലോസിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാനിടയായി. പൗലോസ് വളരെ സന്തോഷത്തോടെ പറയുക, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ കേട്ടു, അത് പ്രസിദ്ധമായിരിക്കുന്നു, ലോകം മുഴുവനും പ്രസിദ്ധമായിരിക്കുന്നു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസിൻ്റെ ആ മനസ്സ് നോക്കി, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ്റെ മനസ്സാണ്. മറ്റുള്ളവരുടെ ആത്മീയ ഗുണങ്ങളെ കണ്ടിട്ട് അതിനെ അഭിനന്ദിക്കുന്ന ഒരു മനസ്സ്, അതൊരു വലിയ മനസ്സാണ്. വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല, പൗലോസ് വിശ്വാസികളുടെ ആത്മീകമായിട്ടുള്ള ഏത് ഗുണത്തെ കണ്ടാലും അതിനെ അഭിനന്ദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊരിന്ത സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യയിലെ സഭയോട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പൗലോസ് അവർക്ക് ലഭിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കണ്ടോ, ഒരാൾക്ക് ദൈവകൃപ ലഭിച്ചപ്പം പൗലോസ് സ്തോത്രം ചെയ്യുക. ഇന്ന് എങ്ങനെയൊക്കെയാണ് മനുഷ്യർ ചിന്തിക്കുന്നത്? ഒരാൾക്കൊരു അനുഗ്രഹം ഉണ്ടായാൽ എത്ര പേര് സ്തോത്രം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരാൾക്കൊരു നന്മ ഉണ്ടായാൽ സ്തോത്രം ചെയ്യാനുള്ള മനസ്സ് എത്ര പേർക്കുണ്ടെന്നറിയില്ല. യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാനിടയായി തീരും. അതൊരു വലിയ മഹത്വമാണ്, അതൊരു വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരെയും പ്രശംസിച്ച് സംസാരിക്കുന്നതായിട്ട് കാണാം. അവരെക്കുറിച്ച് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ അവർക്കുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് പറഞ്ഞത്. പൗലോസുമായിട്ടുള്ള സുവിശേഷ ഘോഷണത്തിൽ അവർക്കുണ്ടായ കൂട്ടായ്മ, അത് അവരെ സുവിശേഷ വേലയെ ഒത്തിരി സഹായിക്കാനിടയായി. സാമ്പത്തികമായി തന്നെ കൈത്താങ്ങൽ ചെയ്തു. പൗലോസ് തുറന്നു പറയുകയാണ്, വരവ് ചെലവ് കാര്യത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. തെസലോനിക്കയിൽ ഞാൻ വേല ചെയ്തപ്പോഴും നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നല്ലോ. നോക്കി, അതുവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. മറ്റുള്ളവർ, പല ആളുകളും നന്മയൊക്കെ വാങ്ങും എന്നുള്ളതല്ല, അതിനുവേണ്ടി ഒരു നന്ദി പറയാൻ, സ്തോത്രം പറയുവാൻ തയ്യാറില്ലാത്ത ആളുകളുടെ നടുവിൽ എത്ര വലിയ ആത്മീയ ഗുണമാണ് പൗലോസിനുള്ളത്. കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ കൊലോസ്യ സഭയുടെ പ്രത്യാശയെക്കുറിച്ചും സ്നേഹത്തെയും കുറിച്ചും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പൗലോസ്. തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെക്കുറിച്ച് പൗലോസിൻ്റെ നല്ല ഓർമ്മ, ഒരുപാട് ഓർമ്മകൾ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ വായിച്ചിരുന്നു. അതിന് പുറമെ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ അവരെക്കുറിച്ച് പറയുന്നു. അവർ വചനം സ്വീകരിച്ച ആ രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ വിശ്വസിച്ചവരായ നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കിയേ, പ്രസംഗിക്കാൻ പോയി വചനം ആളുകൾ ഏറ്റെടുത്താൽ നിങ്ങളത്ര നല്ല നിലയിൽ ആ വചനം സ്വീകരിച്ചു എന്ന വാക്ക് പൗലോസ് പറയുകയാണ്. മറ്റുള്ളവരുടെ ആത്മീയ ഗുണങ്ങളിൽ, അവർക്കുള്ള ദൈവം കൊടുത്തിരിക്കുന്ന കൃപകളിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് പൗലോസിനുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ വിശ്വാസം
അങ്ങനെ വളർന്നിട്ടുണ്ടോ, നമ്മുടെ ഹൃദയം വിശാലമാകുന്നുണ്ടോ, ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ സമയം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മറ്റുള്ളവർക്കുള്ള ആത്മീയമായ നന്മകളിൽ സന്തോഷിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കുറവാണ് കാണുന്നത് മറ്റുള്ളവരുടെ, പക്ഷേ പൗലോസ് ഇതാ അവരുടെ നന്മയാണ് കാണുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കുറവ് കണ്ടിട്ട് അത് പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം. നന്മ വല്ലതും കണ്ടാൽ പറയത്തുമില്ല. പക്ഷെ പൗലോസ് അങ്ങനെയല്ല, അദ്ദേഹം അവരുടെ നന്മകളെ കാണുക. പൗലോസ് ഒരു നിശ്ചയമായിട്ടും ജനത്തിൻ്റെ കുറവ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കുറവ് ബോധ്യപ്പെടുത്തുമ്പോൾ പൗലോസ് ചിന്തിക്കുന്ന ഒരു മാർഗം, ഒരു കാര്യം നേരിട്ട് അവരോട് തന്നെ പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ലേഖനം എഴുതി, കൊരിന്ത്യർക്ക് ലേഖനം എഴുതി അവരുടെ സഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നുണ്ട്. ക്ലോവയിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവുകൾ, അവിടെ കശിത്വമുണ്ട്, ഭിന്നതയുണ്ട്, പ്രശ്നമുണ്ടെന്നൊക്കെയുള്ള വാർത്ത താൻ അറിഞ്ഞു. അതെല്ലാം അവരോട് തന്നെ പറയുക. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നു. നേരിട്ട് അവരോട് ലേഖനം എഴുതി പറയുക അല്ലേ. ഇന്ന് കുറവ് മനസ്സിലാക്കിയാൽ ആ വ്യക്തിയോട് പറയത്തില്ല, പകരം മറ്റുള്ളവരോട് പറയുക. മടങ്ങി വരാൻ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ, അവരുടെ ആത്മീയ ഗുണത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. റോമിലെ സഭയെക്കുറിച്ച് പൗലോസ് കേൾക്കുകയാണ്. എന്താണ് കേൾക്കുന്നത്? അവരുടെ വലിയ വിശ്വാസം, സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ച് കേട്ട് പൗലോസ് സന്തോഷിക്കുക. അങ്ങനെ മറ്റുള്ളവരുടെ ആത്മീയമായ ഗുണത്തിൽ, ആത്മീയമായിട്ട് അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന പൗലോസ് റോമിലെ സഭയെക്കുറിച്ച് കേൾക്കുകയാണ്. അവരുടെ വിലയേറിയ വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ച് കേട്ട് പൗലോസിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. പൗലോസ് ആഗ്രഹിക്കുകയാണ്, എനിക്ക് റോമിലേക്കൊന്ന് പോകണം. സ്തോത്രം. ആ റോമിലേക്ക് പോകുവാൻ പ്രാർത്ഥിക്കുന്ന പൗലോസ്, സ്തോത്രം, അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്ന പിള്ള കാരണം തുറന്ന് വ്യക്തമാക്കുന്നു. റോമിൽ പൗലോസ് എത്തിച്ചേരുവാനിടയായി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചിന്തിച്ചത് റോമിലെ ദൈവസഭയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്ന വിഷയമാണ്. വിശ്വാസം എങ്ങനെയാണ് നമ്മിലേക്ക് വരുന്നതെന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ നാം പ്രാർത്ഥിക്കണമെന്ന് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ വിശ്വാസത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. അന്ത്യകാലമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരുവാൻ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് വലിയ വിശ്വാസം നൽകട്ടെ. വിശ്വാസത്താൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് പരിശുദ്ധാത്മാവ് പരിഹരിക്കട്ടെ. വചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. വിശ്വാസം വർദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. അതിന് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, റോമിലെ സഭയുടെ വലിയ വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആ വിശ്വാസത്തെക്കുറിച്ച് കേട്ട പൗലോസ് അവരുടെ വിശ്വാസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ വിശ്വാസം ഈ ദിവസങ്ങളിൽ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് അതനേകർക്ക് പ്രസിദ്ധമായി തീർന്ന്, കർത്താവെ, അതനേകർക്ക് സാക്ഷ്യത്തിനും അനേകർക്ക് വിശ്വാസത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. ഇന്ന് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകണമേ. അവരുടെ ഹൃദയത്തെ ദൈവം നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആമേൻ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ ഭാരങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. സ്തോത്രം. കർത്താവെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിൽപ്പെട്ടവരാണെങ്കിലും വിശ്വാസത്തോടെ അങ്ങയുടെ അടുത്തേക്ക് വന്നാൽ ആമേൻ അത്ഭുതകരമായി വിടുവിക്കുവാൻ അങ്ങ് ശക്തനാണെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ശതാധിപന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത കർത്താവെ, സ്തോത്രം. കർത്താവെ, രോഗബാധിതയായിത്തീർന്ന 12 വർഷം രോഗബാധിതയായിരുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായിട്ട് സ്തോത്രം. ആ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ, വിടുവിക്കുവാൻ ശക്തനാണെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ വിശ്വാസം അതിന് വർദ്ധിക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി അങ്ങയുടെ വചനത്താലും വരുന്നല്ലോ കർത്താവെ. വരമായി ഞങ്ങളുടെ അകത്ത് വിശ്വാസം പകരണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് പരിഹരിക്കണമേ കർത്താവെ. ആഴമേറിയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.